അയ്യോ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ വെൽക്കം ടു ബഡ്ജറ്റ് പോഡ്കാസ്റ്റ്. ബഡ്ജറ്റ് പോഡ്കാസ്റ്റ് എന്നൊക്കെ പറയും, സംഭവം ശരിയാണ്. വന്നിരിക്കുന്നത് എ സി റൂമിൽ, എ സി ഉണക്കില്ലോ അതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് iPhone 15 ഓഡിയോ എടുക്കുന്നത് iPhone 13 പിന്നെ വിലപ്പെട്ട 3 ആൾക്കാർ, തൊടുപുഴയിൽ അറിയപ്പെടുന്ന കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് വ്യക്തി. അത് മാത്രമല്ല, ഇരിക്കുന്ന എവിടെയാ ഇതിന്റെ വില നമ്മൾ പുറത്തറിയുന്നില്ല. അതെ, ലൊക്കേഷൻ നമ്മൾ പുറത്ത് 5 കൊല്ലം പേര് ബഡ്ജറ്റ് പോഡ്കാസ്റ്റ്. അന്തസ്സുണ്ട്. ശരിക്കും പോഡ്കാസ്റ്റ് എടുക്കുന്ന ആൾക്കാർക്ക് മറ്റേ മൈക്ക് ഉണ്ടാവും, നല്ല കുഷ്യൻ ഉണ്ടാവും. പക്ഷെ അതൊക്കെ അവര് തന്നെ മേടിച്ചതുമായിരിക്കും. അതെ, ഇതൊന്നും നമ്മൾ മേടിച്ചില്ല. ആ ഫോൺ ജോലി മേടിച്ചതാ, ഈ ഫോൺ ഇവ മേടിച്ചതാ, ഇത് എന്റെ പിതാശ്രീയുടെ ആണ്. അതെ, പിന്നെ ഇപ്പൊ നമ്മളായിട്ട് പൈസ മുടക്കി ഒന്നുകൂടി ഇരിപ്പില്ല. അതെ, കൊച്ചുപോയാലി. വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആയിരിക്കും ഇത്. യാതൊരുവിധ ഗൈഡ് ലൈൻസോ മാനദണ്ഡങ്ങളോ ഒന്നുമില്ല. സോ ടോപ്പിക്. ഓക്കെ, അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ ഇത് സംസാരിക്കാൻ പോകുന്നത്, അഥവാ സംവദിക്കാൻ പോകുന്നത്. ലിവിങ് ടുഗദർ. ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മോസ്റ്റ് ഓഫ് ആൾക്കാരുടെയും വിചാരം നടന്നിട്ട് ഇതാണ്. ആ ഒരു മെന്റാലിറ്റി തന്നെ ആദ്യം മാറണം. അല്ല, എല്ലാവരും ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എല്ലാവരുടെ മനസ്സിൽ കിടക്കുന്ന സാധനം. തീർച്ചയായിട്ടും മെന്റാലിറ്റിയാണ് മാറേണ്ടത്. അല്ല, ഞാനതിനെ ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ടൈറ്റിലായിട്ട്. ഒരു 99% ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് എന്താണ് ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോഴത്തേനും ആൾക്കാരെ മനസ്സിൽ ഓടി വരുന്ന സാധനത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. യെസ്, തീർച്ചയായിട്ടും. ഇത്ര അങ്ങേറ്റത്ത് പോയിരുന്ന നിന്നെ കിട്ടുമില്ലത്, കിട്ടുന്നുണ്ടെന്നാ തോന്നുന്നു. കുഴപ്പമില്ല, ലിവിങ് ടുഗദറിനെ പറ്റി സംസാരിക്കുന്നത് ഒരു ഗ്യാപ്പൊക്കെ ഇരിക്കട്ടെ, അതായിരിക്കും നല്ലത്. ഉണ്ടല്ലേ? അവൻ നല്ലതിന് നോക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോ ലിവിങ് ടുഗദറിനകത്തും മാരേജിന്റെ അകത്തും ചെറിയ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പറിൽ സൈൻ ചെയ്യുന്ന ഒരു സംഭവം ഇല്ല എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. പ്ലസ് ഒരു ബാറിൽ അതൊരു 1000 പേരെ വിളിച്ച് അദ്ദേഹം കൊടുക്കുന്നില്ല. അതെ, ഈ 2 വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം. പിന്നെ കുറച്ചുകൂടെ വിട്ടിട്ട് പോരാനായിട്ട് പ്രിസൈസ് ആയിട്ട് പറയണം. രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ ഒഴിവാക്കാനായിട്ട് കുറച്ചുകൂടെ ഈസിയാണ്. വളരെ നല്ല പരാതിയാ, നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം ഡബിൾ മീനിങ് ആണ്. അതുകൊണ്ട് കുറച്ചുപേരെ പേഴ്സണലി വിളിച്ചറിയിച്ചായിരുന്നു. കുറച്ച് പെങ്ങന്മാരൊക്കെയാ. അതുപോലെ പെണ്ണു നോക്കാൻ പറ. അതന്നെ ഞാനും പറഞ്ഞോളൂ. അതന്നെ. അപ്പൊ നിനക്ക് ആ 2 വ്യത്യാസങ്ങളൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് പേരുടെ 2 വ്യത്യാസങ്ങളാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ലിവിങ് ടുഗദറിന്റെ കുറച്ച് പ്രോസ് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രോസ് 3 പേർക്ക് തീർത്തിട്ട് നമുക്ക് കോൺസിലേക്ക് കിടക്കാം. തോന്നിയിട്ടുള്ള ആദ്യത്തെ അതുകൊണ്ടല്ല ഞാൻ ഇത്ര നേരം തുടങ്ങിയപ്പോ ഞാൻ കുറെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ നിനക്കൊരു ചാൻസ് ആയിട്ട് നീ ഇത്ര നേരം ഈ ഒരു ഇൻട്രൊഡക്ഷൻ അങ്ങ് പറഞ്ഞല്ലേ ഉള്ളൂ. ഓക്കെ, എന്നാ ഓരോ പോയിന്റ് നമുക്ക് ഞാൻ തന്നെ പറയാം. എന്റെ മനസ്സിൽ തോന്നുന്നു ക്രമമൊന്നുമില്ല. ആദ്യം പറഞ്ഞ നിന്നോട് ആദ്യം പറയാതെ നമുക്ക് കൗണ്ടർ സ്ട്രൈക്ക് ചെയ്ത് പറയാം. കൗണ്ടർ സ്ട്രൈക്ക് ചെയ്ത് പറയാം, ഒരു പ്രശ്നമില്ല. അതും പറയാം. അത് എന്താ വിഷ്വലൈസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഓക്കെ, ഒരു ആദ്യത്തെ ഒരു പ്രോ നിനക്ക് തോന്നിയിട്ടുള്ള ആ ഒരു പ്രോസിൽ ഓർമ്മ പറ. ഈ പ്രോയിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജനറേഷനിലെ ആൾക്കാർക്ക് പൊതുവെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി എവിടെയൊക്കെയോ കുറഞ്ഞതുപോലെ തോന്നുന്നു. തീർച്ചയായിട്ടും. അതായത് എന്തെങ്കിലും ഒരു ഈ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുമ്പോൾ കുറെ മേജർ ഇഷ്യൂസ് ഉണ്ടാവും, കുറെ ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവും. അവിടെയൊക്കെ ഏതൊക്കെയോ ഒരു പോയിന്റിൽ ഞാനിപ്പോ എന്തിനാ ഇതൊക്കെ സഹിച്ച് നിൽക്കണേ, എനിക്ക് ഇവന്റെ അടുത്ത് പോകാൻ പാടില്ലേ, എന്നാ ഞാൻ പോയിട്ട് വേറൊരുത്തിനെ നോക്കാം, അവൻ നല്ലതാണ് ഇവൻ നല്ലതാണ്. ഇപ്പം ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആണ് ആൾക്കാർക്ക്. അതെ, ഇതൊന്നും ഏറ്റൊന്നും ഇല്ലാത്ത സമയത്ത് പണ്ട് ആ ഒരു ഗ്രാമത്തിലുള്ള 4-5 പയ്യന്മാരെ പെമ്പിളാരാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും സ്വന്തക്കാരന്റെ കല്യാണത്തിന് അവിടെ കാണുന്ന കുട്ടികൾ അവരൊക്കെയാണ് ഉള്ളൂ. പക്ഷെ ഇപ്പം കോമ്പറ്റീഷൻ വളരെ ഗ്ലോബലൈസ്ഡ് ആയി. അവൈലബിലിറ്റി കൂടി, ആ ഒരു സോഷ്യൽ കണക്ഷൻസ് കൂടി. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആണല്ലോ. ഒന്ന് പോയാൽ അടുത്ത് ഉണ്ടെന്നുള്ള സംഭവം ഉണ്ട്. നമുക്ക് മൈക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഓഡിയോ ഓക്കെ. അപ്പം ആ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവം മനസ്സിലാക്കാനായിട്ട്
ഇപ്പം ലിവിങ് ടുഗദറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ് എങ്കിൽ ഓക്കെ ആണ്. പക്ഷെ എല്ലാരും കാണുന്ന ഒരു മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റിമസി അതിന്റെ ഇടയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും എല്ലാവരും മനസ്സിൽ കൂടെ ഓടും. ഇപ്പൊ നമ്മുടെ ഒരു പെങ്ങളാണെങ്കിലും ഞാൻ നാളെ തൊട്ട് മറ്റേ അരുണിന്റെ കൂടെ അല്ലെ രാഹുലിന്റെ കൂടെ ലിവിങ് ടുഗദറിന് പോകാന്ന് പറഞ്ഞാൽ നമ്മള് പക്ഷെ അതായത് ഇന്ന് ആലോചിച്ച് നോക്കി, നമ്മള് അതിനെ അത്യാവശ്യം ചേഞ്ച് ചെയ്ത് വരേണ്ട ഒരു സംഭവമാണ്. ആ ഒരു ടിപ്പിക്കലായിട്ടുള്ള സംഭവത്തിൽ നിന്ന് മാറി വരേണ്ടതാണെന്ന് പറഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ പോലും നമ്മുടെ പെങ്ങന്മാരാണ് അങ്ങനെ ലിവിങ് ടുഗദറാണ് നമ്മൾ നമ്മൾ അടങ്ങിയിരിക്കില്ല എന്നല്ല. ഇപ്പൊ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മള് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യത്തില്ല. പക്ഷെ എന്നാലും നീറും, എന്നാലും നമ്മൾ ചിലപ്പോൾ ചോദിക്കും. അതന്നെ ചോദിക്കും. പക്ഷെ അതാണ് ആ ഒരു രണ്ടുപേരും ഒരുമിച്ച് അറ്റ്ലീസ്റ്റ് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്താലെങ്കിലും ആണ്, ഒരുമിച്ച് ട്രാവലെങ്കിലും ചെയ്താലാണ് എങ്ങനെയാണ് ഒരാളുടെ ആ ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള ജീവിതം അയാൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിന്റെ അഡ്വാൻറ്റേജ് നമ്പർ 1, അതും ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ കുറച്ച് നിയമം പറഞ്ഞായിരുന്നു, പോയി പെണ്ണ് കാണുന്നു, കല്യാണം കഴിക്കുന്നു, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ വന്ന് താമസിക്കുന്നു, കുട്ടികളുണ്ടാവുന്നു, അതൊക്കെ അങ്ങ് ആയിപ്പോവും. പക്ഷെ ഇപ്പോ ആ ഒരു ഇങ്ങനെ നിൽക്കാനായിട്ട് നമുക്ക് ഭയങ്കര പാടാണ്. കറക്റ്റായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരാളുമായിട്ടല്ല നമ്മളൊരു ജീവിതം തുടങ്ങുന്നതെങ്കിൽ ഈ തിരിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പോഴും ഞാൻ കാണുന്ന ഒരു സംഭവം പറയട്ടെ, ഇപ്പോഴും ഞാൻ അതും അവര് കമ്മ്യൂണിറ്റി ഇതായിട്ട് പറയുന്നില്ല, പക്ഷെ മുസ്ലിംസിലാണ് ഞാൻ കൂടുതലും കാണുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ കൂടെ പഠിച്ച കുറച്ച് പേരാണെങ്കിലും ഗൾഫിലുള്ളവരും ദുബായിലുള്ളവരൊക്കെ ആയിട്ട് വീഡിയോ കോൾ ചെയ്ത് കല്യാണം ഉറപ്പിക്കുന്നു. അവർ കോളും പരിപാടികളും മാത്രമേ ഉള്ളൂ, നേരിട്ടൊന്നും കണ്ടിട്ട് പോലും ഇല്ല. നേരിട്ടൊന്നും കാണുന്നതിന് മുമ്പ് തന്നെ അവര് തമ്മിൽ കാര്യങ്ങളെല്ലാം കൂട്ടി ഉറപ്പിച്ചു. അതും ഈ പെൺപിള്ളേരും അവര് തമ്മിലല്ല, വീട്ടുകാർ തമ്മിൽ. പക്ഷെ എനിക്കറിയാൻ സാധിച്ചത് ഇവര് വില്ലിങ് ആണ്, കുഴപ്പമില്ല, വേറെ ഓപ്ഷൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയുടെ കാര്യം. എനിക്ക് പറ്റില്ലേ എന്നാ പ്രശ്നം, ആ ഒരു കമ്മ്യൂണിറ്റി ഔട്ടാവുന്നൊരു പേടിയുണ്ട്. പക്ഷെ എന്നാലും ആലോചിക്കും, ഇപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ മാറി വരുവാണെന്ന് പറഞ്ഞാൽ പോലും അത്രയും വിഷയങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാർക്കും ഇതുപോലത്തെ അവസ്ഥ തന്നെയാണ് നിലവിൽ. അല്ലേ? അത് എങ്ങനെ പറ്റുന്നു ഇതൊക്കെ അല്ലേ? എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്, പക്ഷെ അവിടാണ് ഇച്ചിരി കൂടുതൽ. നോട്ട് പൊളിറ്റിക്കലി സ്പീക്കിംഗ്, ഇത് എല്ലാ പോഡ്കാസ്റ്റിലും ഞാൻ പറയുന്നത്. പക്ഷെ ഉള്ള കാര്യം ഉള്ള പോലെ തന്നെ പറയണം. അല്ല, നമ്മുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക, നമ്മളാരെ ആർക്കും എതിരെ നിൽക്കുന്നില്ല, നമ്മുടെ സംഭവം പറയുന്നു. അതിപ്പോ നീ പറഞ്ഞത് ശരിയാണ്. ചിലവർക്ക് ഇപ്പൊ മാറി വരുന്നുണ്ടോ, ചില പെൺകുട്ടികൾ അറ്റ്ലീസ്റ്റ് പയ്യന് ഇഷ്ടമാണോ എന്നുള്ളൊരു ചോദ്യവും എന്തെങ്കിലും ഒരു സംഭവം നടക്കും. അതെ, കുറച്ച് നാളൊക്കെ മുന്നേ ആണെങ്കിൽ ചോദ്യം പോലും ഇല്ല, ഒരു പയ്യനെ കണ്ടു ഉറപ്പിക്കുന്നു, നടത്തുന്നു. അത് തന്നെ. പിന്നെ കുറെ ആൺപിള്ളേർക്കാണല്ലോ പെൺപിള്ളേർക്കാണല്ലോ അത്യാവശ്യം നല്ല ഹൈ പ്രൊഫൈൽ ഉള്ള ആൾക്കാരെ കണ്ടിട്ട് പിന്നെ ഓക്കെ പ്രൊസീഡ് എന്നുള്ള സെറ്റപ്പിൽ വിടുന്നവരും ഉണ്ട്. വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. ആ പറയുന്നൊരു ബമ്പിളിലും ഹമ്പിളിലും എന്നൊക്കെ പറഞ്ഞ കുറെ ഡേറ്റിംഗ് ആപ്സും പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അവർ ഹൈ പ്രൊഫൈൽ കണ്ടങ്ങ് പ്രൊസീഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ലിവിങ് ടുഗദറിന്റെ വേറൊരു സൈഡ് ഞാൻ പറയട്ടെ. ഓക്കെ, ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മുടെ എല്ലാവരെയും തലയിലേക്ക് വരുന്നൊരു കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് താമസിച്ച് പരസ്പരം മനസ്സിലാക്കിയ ശേഷം കല്യാണം കഴിക്കുന്നതാണ്. പക്ഷെ ആക്ച്വലി അതവിടെ നടക്കുന്നില്ല എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. നമ്മുടെ ജനറേഷന്റെ തലയിലേക്കാണോ അതോ എല്ലാവരുടെയും തലയിലേക്കാണോ മൊത്തത്തിൽ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്? എങ്ങനെയാണെന്നാണ് പറയുന്നത്. അത് നമ്മൾ വിചാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലിവിങ് ടുഗദർ ആണ് നല്ലത്. ലിവിങ് ടുഗദർ ആണെങ്കിൽ കുറച്ച് നാൾ ഒരുമിച്ച് താമസിക്കും, താമസിച്ച ശേഷം കല്യാണം കഴിക്കും, സന്തോഷമായിട്ട് ജീവിക്കുമെന്നൊക്കെ. എനിക്കങ്ങനെ സംഭവിക്കും തോന്നുന്നില്ല. കാരണം ലിവിങ് ടുഗദർ ആണെന്നുണ്ടെങ്കിലും മാരീഡ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് നാൾ ഒരുമിച്ച് താമസിച്ച ശേഷം ഇവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഇന്റിമസി ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാന്നിട്ടുണ്ടെങ്കിൽ പാടാണ്. അപ്പൊ ഈ ലിവിങ് ടുഗദറിൽ എനിക്ക് അറിയാവുന്ന ആൾക്കാരെ വെച്ചിട്ട് പറയാണ്, ലിവിങ് ടുഗദറിലാണ് അവർക്ക് ബ്രേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ ലൈക്ക് ഡൈവോഴ്സ് പോലെ പിരിഞ്ഞു പോകണമെന്നുണ്ട്, പക്ഷെ അവർക്ക് അതിന് പറ്റുന്നില്ല. ശരിയാണ്. മാത്രമല്ല ഇനിയിപ്പോ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ലിവിങ് ടുഗദറിലാണെങ്കിൽ പോലും ലിവിങ് ടുഗദർ ആണ്. ഇപ്പൊ ആമ്പിള്ളേരെ സ്വഭാവം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്, ആമ്പിള്ളേരെ നല്ല രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യും, ഒരു പോയിന്റ് വരെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. അത് ലിവിങ് ടുഗദറിലാണെന്നുണ്ടെങ്കിലും ആമ്പിള്ളേര് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാരീഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ അല്ല കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു
8 or 10 വർഷം കഴിയുമ്പോഴത്തേനായിരിക്കും ഇവരുടെ ബ്രേക്കിംഗ് പോയിന്റ് എത്തിയിട്ട് ഇവര് സുഖമാണ് പോണത്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി ലിവിങ് ടുഗദറിൽ ലിവിങ് റിലേഷൻഷിപ്പിൽ കുറെ നാൾ കൊണ്ടുപോയിട്ട് കല്യാണം കഴിക്കുന്നതും അല്ലാതെ കെട്ടിയിട്ട് കല്യാണം കഴിക്കുന്നതും തമ്മിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വ്യത്യാസം പറയാൻ പറ്റത്തില്ല. എപ്പോഴാണോ പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യണം എന്നൊരു ഡിസിഷൻ എടുക്കുന്നിടത്താണ് അതിന്റെ ഒരു വ്യത്യാസം കിടക്കുന്നത്. അല്ലാതെ ലിവിങ് ടുഗദർ ആണെന്നുണ്ടെങ്കിലും മാരേജ് ആണെന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ആ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിന്റെ മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. നീ പറഞ്ഞിരുന്ന ഒരു വലിയൊരു ലോക്ക് എന്റെ മനസ്സിൽ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. നീ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എത്ര നാൾ എന്റെ മനസ്സിലതില്ലായിരുന്നു, പക്ഷെ ആ ഒരു ലോക്ക് എനിക്ക് മനസ്സിലായി. അതായത് ലോക്ക് ലോക്ക് കാരണം ലിവിങ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും കല്യാണം ആണെന്നുണ്ടെങ്കിലും ഒരു ലോക്കാണ്. കാരണം ഇപ്പം കല്യാണം എന്ന് എന്റെ പറഞ്ഞിട്ട് ചിന്താഗതി സ്കിപ്പായി. അത് നൈസ് ആയിട്ടൊരു പോയിന്റ് ആയിരുന്നത്. അല്ല, അത് നൈസ് ഒരു പോയിന്റ് ആയിരുന്നു. കാരണം അതിന്റെ ഇന്റൻസിറ്റി ഇപ്പോഴാണ് ആലോചിക്കുന്നത്. കാരണം ഇപ്പൊ എന്നാ ലോങ് ഡിസ്റ്റൻസ് ആവട്ടെ, അല്ലെ നമ്മുടെ ഒരു നോർമൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇടക്കിടയ്ക്ക് തമ്മിൽ കാണുന്നു. ആ ഒരു ബാരിയർ എപ്പോഴും ഉണ്ട്. ആ ഒരു ബാരിയർ ഉള്ളതുകൊണ്ടുള്ള ഗുണം തന്നെ രണ്ടുപേർക്കും ബ്രേക്കപ്പ് ആക്കണം. ഒരു 3-4 കൊല്ലം കഴിഞ്ഞാലും ബ്രേക്കപ്പ് ആക്കണമെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ അളവ് ഒരു ഇത്ര ആണെങ്കിൽ ലിവിങ് ടുഗദറിൽ നിൽക്കുന്നവർക്ക് അതൊരു ഇത്രയായിരിക്കും. ഒരു കാര്യം ചെയ്യും, ഇന്റിമസി കട്ട് ചെയ്യും, ഒരുമിച്ച് ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് മാത്രം തന്നെ ഞാനും പറഞ്ഞു, എടാ മറ്റേതിനേക്കാളും ഇന്റൻസിറ്റി കൂടുതലാണ് ഇത് ബ്രേക്കപ്പ് ചെയ്യാനുള്ള ഒരു ഇത് ബ്രേക്കപ്പ് ചെയ്യാനുള്ള ഇന്റൻസിറ്റി കൂടുതലാണ്. അതിലും എനിക്ക് വേറൊരു ഒപ്പീനിയനാണ് ഉള്ളത്. അതായത് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ ഒരുമിച്ച് താമസിക്കുന്നില്ല. അത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലൊരു പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിചാരിക്കും, നമ്മളിപ്പം അക്കരെ ഇക്കരെ നിൽക്കുമ്പോഴേനുള്ള പ്രശ്നമാണ്, ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവങ്ങൾ ശരിയാകും എന്നുള്ളൊരു വിശ്വാസം അവിടെ കിടക്കുക. റിലേഷൻഷിപ്പ് ഒരു ഫോണിന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നതും ഒരുമിച്ച് താമസിക്കുന്നതും തമ്മിൽ ആന എണ്ണാനും വ്യത്യാസം. നമ്മൾ വിചാരിക്കും അതായിരിക്കും ഓക്കെ, പക്ഷെ ജീവിച്ച് തുടങ്ങുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. നമുക്കറിയത്തില്ല, പക്ഷെ എക്സ്പീരിയൻസ് ആൾക്കാർ പറയുന്നു. അയ്യോ അല്ല, നീ പറഞ്ഞൊരു കേസ് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് മറ്റേ നമുക്ക് നമ്മുടെ നോർമൽ റിലേഷൻഷിപ്പ് നമുക്ക് ബ്രേക്കപ്പ് എന്നൊരു സംഭവം രണ്ടുപേർക്ക് ഡിസൈഡ് ചെയ്യാൻ വലിയ പാടുണ്ടാവില്ല. എന്നാലും ഈ പറയുന്ന ഒരു 1-2 കൊല്ലം കൊണ്ട് റെഡി ആവുന്നില്ല, കൂട്ടാൻ ചിലർക്ക് പെട്ടെന്നാവും. പക്ഷെ ഞാൻ പറയും, എനിക്ക് നേരെ തിരിച്ചു വന്നത് ലിവിങ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം അനുഭവിച്ചിട്ട് മണ്ട് നടക്കുകയില്ല എന്നുള്ളൊരു തോന്നിയിട്ട് നിർത്തി പോകാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പക്ഷെ വെറും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസോ നീ പറഞ്ഞത് എനിക്ക് നേരെ സ്വിച്ച് ചെയ്താണ് കിട്ടിയത്. കാരണം ഒരുമിച്ച് ജീവിക്കുമ്പോ കുറച്ചുകൂടെ കമ്മിറ്റ്മെന്റ് കൂടുവല്ലേ, അവര് തമ്മിലുള്ള ഒരു ബോണ്ട് കൂടുവാണ്. അത് ശരിയാണ്, ആ പറഞ്ഞ ശരിയാണ്. ഒരുമിച്ച് താമസിക്കുന്നതിന് കമ്മിറ്റ്മെന്റ് കൂടുതലാണ്. അതെ, പക്ഷെ ഒരുമിച്ച് താമസിക്കുമ്പോഴത്തേനും അനുഭവിക്കാനുള്ളതല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിക്കും. അപ്പൊ അങ്ങനെ അനുഭവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവർക്ക് മടുത്തിട്ട് ഒന്നാ നിർത്തിയേക്കാം എന്നുള്ള തോന്നൽ തോന്നും. പക്ഷെ റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴത്തേനും നമ്മളിപ്പോ അപ്പുറം ഇപ്പുറം നിൽക്കുന്നോണ്ടാണ് ഒരുമിച്ച് വന്നിട്ട്. കാരണം ഇപ്പം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഫോൺ വിളിക്കുന്നതിന് ഭയങ്കര വഴക്കും ബഹളമായിരിക്കും, ഒരുമിച്ച് കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ഇവര് വിചാരിക്കുന്ന എന്താണ്, നമ്മളിപ്പം ഫോണിൽ അപ്പുറം ഇപ്പുറം വർത്താനം പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ്. നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാം, നേരിട്ട് വന്നിട്ടുള്ള ഒരു പല പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്ത് വിടും എന്നുള്ളൊരു സാധനം തലയിൽ കിടക്കുന്നതുകൊണ്ട് അല്ലാത്ത റിലേഷൻഷിപ്പ്, ലിവിങ് അല്ലാത്ത റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആകാനായിട്ടായിരിക്കും ആൾക്കാർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം അവർക്കൊരു പ്രതീക്ഷയുണ്ട്, കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഒരുമിച്ചായി കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ കാര്യങ്ങൾ റെഡി ആയാലും അവര് തന്നെയാണെങ്കിൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും കുഴപ്പമില്ല, കല്യാണം കഴിയുമ്പോഴത്തേനും എല്ലാം ശരിയായിക്കോളും. അങ്ങനെ വലിയ പോസിബിലിറ്റി ഉണ്ട്. മറ്റേതും ഉള്ള കാര്യം തന്നെയല്ലേ, ഈ പറഞ്ഞ പോലെ ഭൂരിഭാഗം ആൾക്കാർക്കും ആ ഒരു ബോണ്ട് കൂടും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് തമ്മിലുള്ള ആ ഒരു ബോണ്ടും പക്ഷെ ഇടയ്ക്ക് ഫിസിക്കലി എൻഗേജ്ഡ് ആവുന്ന ചില റിലേഷൻഷിപ്പുകൾ തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. കാരണം മറ്റവർക്ക് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഒരു ഇച്ചിരി ഒന്ന് കണ്ടില്ലേലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറെ നാളുകൂടുമ്പോൾ കണ്ടാലേ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഇതായിരിക്കും. പക്ഷെ മറ്റവർക്ക് ആഴ്ച കണ്ടില്ലേ ബുദ്ധിമുട്ടുണ്ടാവും. അവരുന്നുണ്ട്, ആ ഒരു ഇൻവെസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോ അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് അതിന്റെ ഇരട്ടി ആയിരിക്കില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇരട്ടി ആയിരിക്കും. അപ്പോ അത് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ അളവ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. അപ്പൊ അത് കുറച്ചുകൂടെ പാടായിരിക്കും. ഇത്രയും നാളും എന്റെ തലയിൽ ആ ഒരു പോയിന്റ് പോയില്ല, പക്ഷെ ഇപ്പോഴാണ് ആ പോയിന്റ് എനിക്ക് തലയിൽ കിട്ടിയത്.